അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ. അദ്ദേഹത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 76 ആണ്. ഹയസ്റ്റ് ലോ ഓഫീസറാണെന്ന് പറഞ്ഞു. ഇദ്ദേഹമാണ് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള നിയമോപദേശങ്ങൾ, ലീഗൽ അഡ്വൈസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കലും ഒരു ഫുൾ ടൈം കൗൺസിലായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം ഗവൺമെൻറ് സർവൻസിൻ്റെ കാറ്റഗറിയിലും വരത്തില്ല. ഗവൺമെൻറ് സർവൻസിൻ്റെ കാറ്റഗറിയിൽ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഹി ഡസ് നോട്ട് ഫോൾ ഇൻ ദ കാറ്റഗറി ഓഫ് ഗവൺമെൻറ് സർവൻസ്, ഹെൻസ് ഹി ഈസ് നോട്ട് ഡീബാർഡ് ഫ്രം പ്രൈവറ്റ് ലീഗൽ പ്രാക്ടീസ്. ഇനിയും അറ്റോർണി ജനറലിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുണ്ട്. നമ്മുടെ അറ്റോർണി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജിന് ആവശ്യമായ ക്വാളിഫിക്കേഷൻ അറ്റോർണി ജനറലിന് ഉണ്ടായിരിക്കണം. ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഹി മസ്റ്റ് ഹാവ് ബീൻ എ ജഡ്ജ് ഓഫ് സം ഹൈക്കോർട്ട് ഫോർ 5 years. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ട് 5 years ആയിട്ട് ഹൈക്കോർട്ട് ജഡ്ജ് ആയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ 10 വർഷമായിട്ട് അഡ്വക്കേറ്റ് ആയിരിക്കണം. ഇനിയും പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയനിൽ ഇദ്ദേഹം ഒരു എമിനൻറ്റ് ജൂറിസ്റ്റും കൂടെ ആയിരിക്കണം. അപ്പം എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ? ഒരു സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ അത്രയും അറ്റോർണി ജനറലിന് ആവശ്യമാണ്. ഇദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ക്വാളിഫിക്കേഷൻ നോക്കുമ്പം ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പിന്നെ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ 5 വർഷമായിട്ട് ജഡ്ജ് ആയിരിക്കണം, അഥവാ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ 10 വർഷമായിട്ട് അഡ്വക്കേറ്റ് ആയിരിക്കണം. പിന്നെ ഒരു എമിനൻറ്റ് ജൂറിസ്റ്റ് ആയിരിക്കണം ഇൻ ദ ഒപ്പീനിയൻ ഓഫ് പ്രസിഡൻറ്റ്. അറ്റോർണി ജനറലിൻ്റെ ടേം ഓഫ് ഓഫീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഫിക്സ് ചെയ്തിട്ടില്ല. പ്രസിഡൻ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് തന്നെയാണ്. ഈ ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലെഷർ ഓഫ് ദി പ്രസിഡൻറ്റ്. ഇനിയും പ്രസിഡൻറ്റിന് തന്നെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കുകയാണെങ്കിൽ അറ്റോർണി ജനറലിന് റിസൈൻ ചെയ്യാനും സാധിക്കും. പ്രസിഡൻ്റാണ് അറ്റോർണി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആരുടെ അഡ്വൈസ് പ്രകാരമാണ്? പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് പ്രസിഡൻറ്റ് അറ്റോർണി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അറ്റോർണി ജനറൽ റിസൈൻസ് വെൻ ദ ഗവൺമെൻറ്, ദാറ്റ് ഈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, റിസൈൻസ് ഓർ ഈസ് റീപ്ലേസ്ഡ് ആസ് ഈസ് അപ്പോയിൻറ്റ് ഓൺ ഇറ്റ്സ് അഡ്വൈസ്. പിന്നെ പറഞ്ഞു പ്രസിഡൻ്റാണ് റെമ്യൂണറേഷനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അറ്റോർണി ജനറൽ ഡ്യൂട്ടീസ് ആൻഡ് ഫംഗ്ഷൻസ് നോക്കാം. ചീഫ് ലോ ഓഫീസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചീഫ് ലോ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചീഫ് ലോ ഓഫീസർ എന്ന നിലയിൽ ചെയ്യേണ്ട 2-3 ഡ്യൂട്ടീസ് ഉണ്ട്. ടു ഗീവ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോൺ സച്ച് ലീഗൽ മാറ്റേഴ്സ് വിച്ച് ആർ റെഫേർഡ് ടു ഹിം ബൈ ദ പ്രസിഡൻറ്റ്. പിന്നെ ടു പെർഫോം സച്ച് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ലീഗൽ ക്യാരക്ടർ ദാറ്റ് ആർ അസൈൻഡ് ടു ഹിം ബൈ ദ പ്രസിഡൻറ്റ്. ടു ഡിസ്ചാർജ് ദ ഫംഗ്ഷൻസ് കൺഫേർഡ് ഓൺ ഹിം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ എനി അതർ ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ലോ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നടത്തണം. അതുപോലെ തന്നെ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന, പ്രസിഡൻറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും ലീഗൽ ക്യാരക്ടറുള്ള ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം. പിന്നെ ലീഗൽ മാറ്റേഴ്സിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടുന്ന ആവശ്യമായ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യണം. എനിവേസ് സെൻട്രൽ ഗവൺമെൻറ്റിന് ലീഗൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഡ്യൂട്ടി. ഇനി പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കും. To appear on behalf of the Government of India in all cases in the Supreme Court in which the Government of India is concerned. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ വരുന്ന കേസുകളിലൊക്കെ അപ്പിയർ ചെയ്യുക. പിന്നെ ആർട്ടിക്കിൾ 143 പ്രകാരം, അതായത് സുപ്രീം കോർട്ടിൻ്റെ അഡ്വൈസറി ജുറിസ്ഡിക്ഷനാണ്. പ്രസിഡൻറ്റിന് ആവശ്യമായ അഡ്വൈസസ് സുപ്രീം കോർട്ടിനോട് ചോദിക്കുന്ന ജുറിസ്ഡിക്ഷനാണ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് കൊടുക്കുന്ന അഡ്വൈസ് കൊടുക്കുന്ന ജുറിസ്ഡിക്ഷനാണ് ആർട്ടിക്കിൾ 143 അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. പക്ഷേ ഇത്തരത്തിൽ ലഭിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ബൈൻഡിങ് അല്ല. പ്രസിഡൻറ്റിന് വേണമെങ്കിൽ അഡ്വൈസ് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. സോ ഈ കേസിലൊക്കെ പ്രസിഡൻറ്റ് ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പങ്കെടുക്കുക എന്നുള്ളത് അറ്റോർണി ജനറലിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു അപ്പിയർ വെൻ റിക്വയർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ എനി ഹൈക്കോർട്ട് ഇൻ എനി കേസ് ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് കൺസേൺഡ്. ഇന്ത്യയുടെ നമ്മുടെ ടെറിട്ടറിയിൽ വരുന്ന ഏതൊരു ഹൈക്കോർട്ടിലും അപ്പിയർ ചെയ്യുക. നമ്മുടെ ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോഴത്തേക്കും ഏതൊരു ഹൈക്കോർട്ടിലും ചെന്ന് അവിടുത്തെ പ്രൊസീഡിങ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഈ നമ്മുടെ അറ്റോർണി ജനറലിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ റൈറ്റ്സ്, നമ്മൾ ഡ്യൂട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, ടു അപ്പിയർ വെൻ റിക്വയർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ എനി ഹൈക്കോർട്ട് ഇൻ എനി കേസ് ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് കൺസേൺ. അത് അറ്റോർണി ജനറൽ റൈറ്റ് ആയിട്ട് പറയുമ്പം ഏതൊരു ഹൈക്കോർട്ടിലാണെങ്കിലും, ഇന്ത്യൻ ടെറിട്ടറിയിൽ വരുന്ന ഏതൊരു കോർട്ടിലാണെങ്കിലും പോയിട്ട് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കയറി കോർട്ടിൽ പ്രൊസീഡിങ്സ് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓഡിയൻസ് ആയിട്ട് ഇരിക്കാനുള്ള റൈറ്റ് അറ്റോർണി ജനറലിനുണ്ട്. In the performance of his official duties, the Attorney General has a right of audience in all courts in the territory of India.
അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ 2 ഹൗസിൻ്റെയും പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാം. അവിടെ റൈറ്റ് ടു സ്പീക്ക് ഉണ്ട്, അതിൽ പങ്കെടുക്കാനുള്ള റൈറ്റും ഉണ്ട്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല. He has a right to speak and to take part in the proceedings of both the House of Parliament or their joint sitting, even അത് അവരുടെ joint sitting ആണെങ്കിൽ പോലും, and any committee of the parliament കമ്മിറ്റീസിലാണെങ്കിലും of which he may be named a member but without a right to vote. അപ്പോൾ ഇതിലൊന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം പക്ഷേ അറ്റോർണി ജനറലിനില്ല. പിന്നെ ഒരു പാർലമെൻറ്റ് മെമ്പറിന് കിട്ടുന്ന അതേ പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ആണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇതേപോലെ അറ്റോർണി ജനറലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഹി ഷുഡ് നോട്ട് അഡ്വൈസ് ഓർ ഹോൾഡ് എ ബ്രീഫ് എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഹി ഷുഡ് നോട്ട് അഡ്വൈസ് ഓർ ഹോൾഡ് എ ബ്രീഫ് ഇൻ കേസസ് ഇൻ വിച്ച് ഹി ഈസ് കോൾഡ് അപ്പോൺ ടു അഡ്വൈസ് ഓർ അപ്പിയർ ഫോർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഹി ഷുഡ് നോട്ട് ഡിഫെൻഡ് അക്യൂസ്ഡ് പേഴ്സൺസ് ഇൻ ക്രിമിനൽ പ്രോസിക്യൂഷൻ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലാതെ ലിറ്ററലി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആരും ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന് ഡയറക്റ്റായിട്ട് അപ്പോയിൻറ്റഡ് ആവാനും ഇദ്ദേഹത്തിന് പറ്റില്ല. പിന്നെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് നമ്മളുടെ ഹയസ്റ്റ് ലോ ഓഫീസറാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു സെൻട്രൽ ക്യാബിനറ്റിൻ്റെ മെമ്പറൊന്നുമല്ല, സെൻട്രൽ ക്യാബിനറ്റ് മെമ്പറല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ മാറ്റേഴ്സിൽ അങ്ങനെ വെറുതെ കയറി ഇടപെടാൻ പറ്റില്ല. എന്നുവെച്ചാൽ അഡ്വൈസ് കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ, ബട്ട് ഹി ഷുഡ് നോട്ട് അഡ്വൈസ് എനി മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഓർ എനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അൺലെസ് ദ പ്രപ്പോസൽ ഓർ എ റെഫറൻസ് ഇൻ ദിസ് റിഗാർഡ് ഈസ് റിസീവ്ഡ് ത്രൂ ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്. നമ്മുടെ ഗവൺമെൻറ് ലീഗൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ലോ മിനിസ്റ്റർ ഉണ്ട് സെൻട്രൽ ക്യാബിനറ്റിൽ. അവരാണ് ശരിക്കും ലീഗൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത്. ഇദ്ദേഹം മെയിനായിട്ടും പ്രസിഡൻറ്റ് റെഫർ ചെയ്യുന്ന ലീഗൽ കേസസിലൊക്കെയാണ്, ലീഗൽ മാറ്റേഴ്സിലാണ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് അറ്റോർണി ജനറലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്.